പണ്ടത്തെ പഞ്ഞക്കർക്കടകം ഇന്ന് കർക്കടക പുണ്യമായി മാറിയിരിക്കുന്നു. അന്നും, അതായത് 10-70 വർഷം മുമ്പിലത്തെ കാര്യം എനിക്കറിയാം. അന്നും എല്ലാ വീടുകളിലും രാമായണം വായിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാ വീടുകളിലും വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സകല ക്ഷേത്രങ്ങളിലേക്കും ഇത് മാറി. ഒപ്പം തന്നെ സകല ഹൈന്ദവ സംഘടനകളും ഇതിലേക്ക് മുഴുകിക്കഴിഞ്ഞു. അതായത് എല്ലായിടത്തും രാമായണത്തെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങളും ചർച്ചകളും പിന്നെ കുട്ടികൾക്കൊക്കെ മത്സരങ്ങളും, അങ്ങനെ ആകപ്പാടെ ഈ ഒരു മാസം, കർക്കടക മാസം മുഴുവനും നമ്മൾ ശരിക്കും രാമായണ മാസമായിട്ട് തന്നെയാണ് ആചരിക്കുന്നത്. രാമായണത്തിലെ കഥ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അതിലെ തത്വങ്ങൾ, ആ കുടുംബ ബന്ധങ്ങൾ, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധം, ഇതൊക്കെ എങ്ങനെയാണ് ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്നും കൂടി നമ്മൾ ഈ രാമായണത്തിൽ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയാൻ അർഹതപ്പെട്ടവനാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഒരു സംശയവും വേണ്ട. ഇതുപോലെയൊരു വ്യക്തിത്വം ഈ ഒരേയിടത്തും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുമൊക്കെ അതിലേക്ക് മാറാനായിട്ട് ഈ കർക്കിടക മാസം കഴിയുമ്പോഴേക്കും നമ്മളുടെ മനസ്സിൽ ഒരു മാറ്റം വരട്ടെ. സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ത്യാഗമാണെന്ന് മനസ്സിലാക്കി, ഇന്ന് നമ്മളുടെ മനസ്സിലൊക്കെ എന്താ, സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം വേണം, നമുക്ക് സ്നേഹം വേണം, ആ ഒരു ചിന്ത. അങ്ങനെയല്ല, അത് ത്യാഗമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ നല്ലവരാകുന്നത്. ആ ഒരു വെളിപാടോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിലും ആ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരന്തരീക്ഷം കൊണ്ടുവരാനായിട്ട് ശരിക്കും നമുക്ക് പരിശ്രമിക്കാം. കാരണം ഹിന്ദുമതം അല്ലെങ്കിൽ ഹൈന്ദവ രീതി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം കൊടുക്കും തോറും ഏറുന്നതാണ് ഈ സ്നേഹവും സമ്പത്തും എല്ലാം എന്ന് മനസ്സിലാക്കി നമുക്കും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം. കർക്കിടക മാസത്തിൽ നമ്മളുടെ ഭവനങ്ങളിൽ പാറിപ്പറക്കുന്ന ആ തുഞ്ചൻ്റെ തത്ത നമ്മുടെ ഭവനങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തും ഇങ്ങനെ കേരളമാസകലം പാറിപ്പിറക്കുകയാണ്. അത് നമുക്ക് എല്ലാവിധ ഒരു ഉത്തേജനവും ഉണർവും നൽകട്ടെ. ഈ രാമായണം നമ്മളുടെ ജീവിത വീക്ഷണം തന്നെ മാറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ആശംസകൾ.